Hi students, welcome to today's chemistry class. Second year chemistry പത്താമത്തെ ചാപ്റ്റർ ആയ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. The compounds formed by replacement of one or more hydrogen atoms from hydrocarbon molecules by corresponding number of halogen atoms are called halogen derivatives. Halogen derivatives. ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും അടങ്ങിയിരിക്കുന്ന ആ കോമ്പൗണ്ടാണ് ഹൈഡ്രോകാർബൺസ്. ആ ഹൈഡ്രോകാർബൺസിനകത്ത് ഹൈഡ്രജനെ ഒന്നോ അതിലധികമോ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഹാലജൻ ആറ്റംസ് വന്ന് സ്ഥിതി ചെയ്യുന്ന ആ കോമ്പൗണ്ടിനെയാണ് പറയുന്നത് ഹാലജൻ ഡെറിവേറ്റീവ്സ്. ഹാലജൻ ഡെറിവേറ്റീവ്സിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും. Halo alkanes, derivative of alkanes where one or more hydrogen is substituted with the halogen X. ഹൈഡ്രോകാർബണിനകത്ത് ഹൈഡ്രജന് പകരം അവിടെ ഹാലജൻ വരുവാണ്. Homologous series of halo alkane is CnH2n plus 1 X, where X may be ഹാലജൻ. ഏതൊക്കെയാണ് ഹാലജൻ? ക്ലോറിനാകാം, ബ്രോമിനാകാം, അയഡിനാകാം, അങ്ങനെ ഹാലജൻസ്. Compared to alkane, most haloalkanes are toxic and highly carcinogenic. ആൽക്കൈൻസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്നത് ടോക്സിക് ആണ്. ടോക്സിക് ആൻഡ് ഹൈലി കാർസിനോജനിക്, ക്യാൻസറിനൊക്കെ കാരണമാകുന്നു. ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്. The replacement of hydrogen atoms in a hydrocarbon, aliphatic or aromatic, by halogen atoms result in the formation of alkyl halides. ഈ ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് അരൈൽ ഹാലൈഡ്സ്. അരൈൽ ഹാലൈഡ്സിനെ നമ്മൾ വേറൊരു പേര് പറയും ഹാലോ അരീൻസ്. ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസുമാണ് നമ്മൾ പഠിക്കുന്നത്. The compound containing more than one halogen atoms are commonly called polyhalo alkanes. അതായത് ഹൈഡ്രോകാർബണിനകത്ത് ഒന്നിൽ കൂടുതൽ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് അവിടെ ഹാലജൻ വരുവാണെങ്കിൽ അതിനെ പോളി ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ പോളി ഹാലോ അരീൻസ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഹൈഡ്രോകാർബൺ റെസിഡ്യൂ ഇൻ ദ മോളിക്യൂൾ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇന്റർമീഡിയറ്റ് ഇൻ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രി. ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദ ഗ്രേറ്റർ ഈസ് വിത്ത് വിച്ച് ദീസ് ഡെറിവേറ്റീവ്സ് ക്യാൻ ബി പ്രിപ്പയർഡ്. അതുപോലെ ദർ ഹൈ റിയാക്ടിവിറ്റി. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹാലജൻ ഡെറിവേറ്റീവ്സ്. ഹാലജൻ ആൽക്കെയിൻസ്. ഹാലജൻ ഈസ് അറ്റാച്ച്ഡ് ടു ആലിഫാറ്റിക് സ്കെലിറ്റൻ. അതായത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ അടുത്തോട്ട് ഹാലജൻ വന്ന് കണക്ട് ചെയ്യുവാണെങ്കിൽ അതാണ് ഹാലോ ആൽക്കെയിൻസ്. ഹാലോ ആൽക്കെയിൻസിനകത്ത് ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും കാർബൺ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ്. അതൊരു ഹൈഡ്രോകാർബൺ ആയിരുന്നു. അതിൽ നിന്നൊരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഏതെങ്കിലും ഒരു ഹാലജൻ വന്ന് നിൽക്കുന്നു. ഹാലജൻ വന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാലജൻ ഈസ് അറ്റാച്ച്ഡ് ഡയറക്ട്ലി ടു എ ബെൻസീൻ റിങ് അല്ലെങ്കിൽ അരോമാറ്റിക് റിങ്. ഇപ്പം നമുക്കിവിടെ ഇതൊരു ഹാലോ അരീൻസ് ആണ്, അതായത് ബെൻസീൻ റിങ്. ബെൻസീൻ റിങ്ങിനകത്തോട്ട് ഡയറക്റ്റ് ആയിട്ടൊരു ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഹാലജൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലോറിനാണ്. അതുകൊണ്ട് നമുക്കിതിനെ ക്ലോറോ ബെൻസീൻ എന്ന് വിളിക്കാം. അതുപോലെ അടുത്താണ് ബ്രോമോ ബെൻസീൻ. ബ്രോമോ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഹാലജനായ ബ്രോമിൻ ഈ ബെൻസീൻ്റെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രോമോ ബെൻസീൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഹാലോ അരീൻസിനെ നമുക്ക് അരൈൽ ഹാലൈഡ്സ് എന്ന് പറയാം. അരൈൽ ഹാലൈഡ്സ് ആർ കോമ്പൗണ്ട്സ് in which halogen atom is directly attached to sp2 hybridized carbon atom of benzene ring. ഇവിടെ നമ്മൾ ഹാലോ അരീൻസിൻ്റെ അകത്ത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ഈ ബെൻസീൻ റിങ്ങിനകത്തുള്ള കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിനകത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് ഹാലജൻ ആറ്റം. അതാണ് പ്രത്യേകതയായിട്ട് ഓർക്കേണ്ടത് അരൈൽ ഹാലൈഡ്സിന്റെ. Aryl halides are the compounds in which halogen atom is directly attached to sp2 hybridized carbon atom of benzene ring. വ്യത്യാസം മനസ്സിലാക്കണം.
ഇനി ഹാലോജൻ ആൽക്കൈൻസ്, ആൽക്കൈൻസിനകത്ത് എങ്ങനെയാണ്? ആൽക്കൈൻസിനകത്ത് ഹാലോജൻ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അതായത് എല്ലാം സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ആണ്, കാർബണിന്റെ ചുറ്റും സിംഗിൾ ബോണ്ട് ആണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അത് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണുമായിട്ടാണ് ആൽക്കൈൻസിനകത്ത് ഹാലോജൻ കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അരീൻസിനകത്ത് നമ്മുടെ ഹാലോജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അരൈൽ ഹാലൈഡ്സ് ആർ ദ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ഹാലോജൻ ആറ്റം is directly attached to sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് ബെൻസീൻ റിംഗ്. ഇത് എളുപ്പമാണ്, അതിൽ ഓർത്തിരിക്കുക എന്താണ് വ്യത്യാസം ഹാലോ ആൽക്കൈൻസും ഹാലോ അരീൻസും തമ്മിൽ. The monohalogen derivatives of alkynes are called alkyl halides. ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ഹാലജൻ വന്ന് നിൽക്കുകയാണെങ്കിൽ അതാണ് മോണോഹാലജൻ ഡെറിവേറ്റീവ്സ് ഓഫ് ആൽക്കൈൻസ് എന്ന് പറയുന്നത്. Their names are derived by naming the attached alkyl group to halogen and adding name of the halides. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. CH3Cl നമുക്കറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കൈനാണ് മീഥെയിൻ. മീഥെയിൻ എന്ന് പറഞ്ഞാൽ CH4, കാർബണിൽ നിന്ന് 4 ഹൈഡ്രജൻ. ആ 4 ഹൈഡ്രജനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ ഒരു ക്ലോറിൻ ഇപ്പം വന്ന് നിൽക്കുക. അതായത് ഏതെങ്കിലും ഒരു ഹാലജൻ വന്ന് ഹൈഡ്രജനെ മാറ്റിയിട്ട് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് മോണോഹാലജൻ ഡെറിവേറ്റീവ്. ഇപ്പം മീഥൈൽ ക്ലോറൈഡ് അതൊരു മോണോഹാലജൻ ഡെറിവേറ്റീവ് ആണ്. ഹാലജൻ ഡെറിവേറ്റീവ് ആണ് മീഥൈൽ ക്ലോറൈഡ്. അതായത് ഈ ആൽക്കൈൽ ഗ്രൂപ്പാണ് മീഥൈൽ ക്ലോറൈഡ്. അടുത്ത ആൽക്കൈൽ ഗ്രൂപ്പാണ് ഈഥൈലിലൂടെ ഇവിടെ വന്നിരിക്കുന്ന ബ്രോമിനാണ്, അതുകൊണ്ട് ഈഥൈൽ ബ്രോമൈഡ് എന്ന് പറയും. നമ്മൾ അടുത്ത മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് കാണുന്നത് പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. പ്രൊപ്പൈൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആ പ്രൊപ്പൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഐഡിൻ വന്നുകൊണ്ട് അതിനെ പ്രൊപ്പൈൽ ഐഡൈഡ് എന്ന് പറയുന്നു. പ്രൊപ്പൈൽ ഐഡൈഡ് ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് പറയുന്നത്. ആൽക്കൈൽ ഹാലൈഡ്. അങ്ങനെ പലതരത്തിലുള്ള ഹാലൈഡ്സ് ഉണ്ടാകുന്നു. The monohalogen derivatives of alkanes are called alkyl halides. ഇനി ഹാലോ അരീൻസ് ആണെങ്കിൽ haloarenes or aryl halides are named by adding the prefix halo. Halo ഏതൊക്കെയാണ്? ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയഡോ before the name of the aromatic hydrocarbon. In case of disubstituted compounds, the relative positions of the substituents 1, 2 അല്ലെങ്കിൽ 1, 3 and 1, 4 അങ്ങനെയാണ് പറയുന്നത്. നമുക്കിവിടെ ക്ലോറോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ അതാണെങ്കിൽ മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഈ ഡൈസബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് നിന്ന് 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് നമുക്ക് അവിടെ ഹാലജനെ ചേർക്കുമ്പോൾ 1ലും 2ലും ആ പൊസിഷൻ എങ്കിൽ 1, 2 എന്ന് പറയും. ആ 1, 2ന് നമുക്ക് ഓർത്തോ പൊസിഷൻ എന്ന് പറയാം. ഓർത്തോ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. 1, 2 പൊസിഷനിനകത്ത് ഹാലജൻ വരുവാണെങ്കിൽ അതാണ് ഓർത്തോ പൊസിഷൻ. ഇനി ബെൻസീൻ റിങ്ങിന് 1, 3ലുമാണ് വന്നതെങ്കിൽ അതിന് മെറ്റ എന്ന് പറയും. 1, 3 ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ അടുത്ത 1, 4 ആർ ഇൻഡിക്കേറ്റഡ് ബൈ ദ പ്രിഫിക്സ് പാര. 1, 4 പാര. അന്നേരം അത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കാണുകയാണ് മോണോ ഡെറിവേറ്റീവ് ആണ് ഹാലജന്റെ ക്ലോറോ ബെൻസീൻ. അതായത് നമ്മുടെ ഹാലജന് ക്ലോറോ എന്ന് കൊടുക്കുകയാണ്. അതുപോലെ ബ്രോമോ ബെൻസീൻ, അയഡോ ബെൻസീൻ, ഇതിന് പേരിടും നമ്മൾ കേട്ടോ. ക്ലോറോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ, അയഡോ ബെൻസീൻ. ഇനി അവിടെ നമുക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുകയാണ് ബെൻസീൻ റിങ്ങിനകത്ത്. ഇവിടെ നമുക്ക് പറയാൻ പറ്റും 2 ക്ലോറോ ടൊളുവീൻ എന്ന് പറയും. 2 ക്ലോറോ ടൊളുവീൻ അതായത് ബെൻസീൻ റിങ്ങിൽ CH3 വരുവാണെങ്കിൽ അതിന് പറഞ്ഞ ടൊളുവീൻ. രണ്ടാമത്തെ പൊസിഷൻ വന്നുകൊണ്ട് 2 ക്ലോറോ ടൊളുവീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഓർത്തോ ക്ലോറോ ടൊളുവീൻ. ഓർത്തോ ക്ലോറോ ടൊളുവീൻ എന്ന് പറഞ്ഞാൽ ഈ 2 സബ്സ്റ്റിറ്റ്യൂവൻസും വന്നിരിക്കുന്നത് അടുത്തടുത്ത പൊസിഷനിലാണ്. 1ഉം 2ഉം പൊസിഷനിലാണ് ഓർത്തോ ക്ലോറോ ടൊളുവീൻ. ഇനി 1ഉം 3ലും വരുന്നതുകൊണ്ടാണ് അതിനെ മെറ്റാ ക്ലോറോ ടൊളുവീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 ക്ലോറോ ടൊളുവീൻ എന്ന് പറയും. 3 ക്ലോറോ ടൊളുവീൻ. അടുത്ത എന്താണ്? 4ാമത്തെ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് 1, 2, 3, 4 4 ക്ലോറോ ടൊളുവീൻ അല്ലെങ്കിൽ പാരാ ക്ലോറോ ടൊളുവീൻ. പാരാ ക്ലോറോ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് 1, 4ലും പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂൻസ് വന്നിരിക്കുന്നതെങ്കിൽ അതാണ് പാരാ ക്ലോറോ ടൊളുവീൻ. ഓക്കെ, 2 സബ്സ്റ്റിറ്റ്യൂൻസ് വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പേരിടാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ് ക്ലാസിഫൈ ചെയ്യുകയാണ്. പലതരത്തിലാണ് ക്ലാസിഫിക്കേഷൻ ഇവിടെ നടന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ്. ഒറ്റ ഹാലജൻ ആണെങ്കിൽ അതിനെ ഹാലോ ആൽക്കൈൻ എന്ന് പറയുന്നു.
നമ്മുടെ ആൽക്കൈൻ്റെ കൂടെ ഒരു ആൽക്കൈൻ്റെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഹാലജൻ വരുവാണെങ്കിൽ മോണോ ഹാലോ ആൽക്കൈൻ. ഡൈ ഹാലോ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് 2 ഹാലജൻ വരുവാണെങ്കിൽ ഡൈ ഹാലോ, 3 ഹാലജൻ ആണെങ്കിൽ ട്രൈ ഹാലോ. This may be classified as mono, di or polyhalogen compounds depending on whether they contain 1, 2 or more halogen atoms in their structure. അതുപോലെ ഹാലോ അരീൻസ് ആണെങ്കിൽ മോണോ ഹാലോ അരീൻ ഒറ്റ എണ്ണേ ഉള്ളൂ, 2 ഹാലജൻസ് വന്നുകൊണ്ട് ഡൈ ഹാലോ അരീൻ, 3 എണ്ണം വന്നെങ്കിൽ ട്രൈ ഹാലോ അരീൻ. എന്നിട്ട് നമ്മളിവിടെ ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലോ ആൽക്കൈൻസിന്റെ ഹാലോ അരീൻസിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഹാലജൻ ആറ്റം. അടുത്ത ടൈപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഹാലോ ആൽക്കൈൻസിന് പ്രൈമറി ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും പ്രൈമറി ഹാലോ ആൽക്കൈൻസ്? ഇവിടെ കാർബൺ ആണ്. കാർബൺ 4 വാലൻസി ഉണ്ട്. ഈ 4 വാലൻസിക്കകത്ത് പ്രൈമറി ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അതിനെയാണ് പ്രൈമറി ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്നത്. പ്രൈമറി ഹാലോ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട്, ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ R എന്നാണ് പറയുന്നത്, R. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ CH3 ഗ്രൂപ്പുമായിട്ട്, ബാക്കി 2 ആരാണ്? ഹൈഡ്രജൻ ആണ്. എന്നിട്ട് ഇത് പ്രൈമറി ഹാലോ ആൽക്കൈൻ എന്ന് പറയും. എന്താണ് സെക്കൻഡറി ഹാലോ ആൽക്കൈൻ? ഹാലജനെയാണ് X എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട്, ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ് R എന്ന സിമ്പിൾ വെച്ചാണ്. R 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണെങ്കിൽ അതിന് സെക്കൻഡറി ഹാലോ ആൽക്കൈൻ. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ക്ലോറിനാണ് ഇവിടുത്തെ ഹാലജൻ. ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആകാം, മീതയിലാകാം, ഈതയിലാകാം. എന്നിട്ട് ഇവിടെ നമ്മൾ മീതയിലുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഹൈഡ്രജനായിട്ടും 2 ആൽക്കൈൽ ഗ്രൂപ്പുമാണ് ഇവിടെ സെക്കൻഡറിക്കകത്ത് വന്നിരിക്കുന്നത്. സെക്കൻഡറി ഹാലോ ആൽക്കൈൻസ് എന്ന് പറഞ്ഞാൽ ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന് സെക്കൻഡറി ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്നു. എന്താണ് ടെർഷ്യറി ഹാലോ ആൽക്കൈൻസ്? ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 3 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ടെർഷ്യറി ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്നത്. ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 3 ആൽക്കൈൽ ഗ്രൂപ്പ്. ഏതൊക്കെയാണ് 3 ആൽക്കൈൽ ഗ്രൂപ്പ്? നമുക്ക് ഇവിടെ നോക്കാം. ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 3 ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ മീതയില്, ഇവിടെ 2 കാർബൺ ഉണ്ട് ഈതയില്, അങ്ങനെ പലതരത്തിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ടെർഷ്യറി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ടെർഷ്യറി ഹാലോ ആൽക്കൈൻസിനകത്ത് ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 3 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് പ്രൈമറി ഹാലോ ആൽക്കൈൻ, സെക്കൻഡറി ഹാലോ ആൽക്കൈൻ ആൻഡ് ടെർഷ്യറി ഹാലോ ആൽക്കൈൻ എന്നിവയെ പറ്റിയാണ്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ എത്ര ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബേസിസിലാണ് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് പറയുന്നത്. ഇനി വേറൊരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടല്ലോ, ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ, ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും അവിടെ? ഹൈഡ്രജൻ. മീഥൈൽ ഹാലൈഡിനകത്ത് നമുക്കറിയാൻ സാധിക്കും അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാർബണിന് ചുറ്റും 3 ഹൈഡ്രജനും ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് ഏറ്റവും കുഞ്ഞായിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് ആയിട്ടാണ് മീഥൈൽ ഹാലൈഡിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിനകത്ത് നമുക്കൊന്ന് നോക്കാം. ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ, ഈ കാർബണിനെ പ്രൈമറി എന്ന് പറയുന്നു. കാരണം എന്താണ്? പ്രൈമറിക്കകത്ത് നമുക്കിവിടെ പ്രൈമറി, അതുപോലെ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഈ കാർബണ് 2, ഈ ബ്രോമിന് അടങ്ങിയിരിക്കുന്ന കാർബൺ 2 കാർബണുമായിട്ടാണ്. ഇവിടെ പ്രൈമറി എന്താ കാരണം? ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ ഒറ്റ കാർബണുമായിട്ട്, അതുകൊണ്ടാണ് പ്രൈമറി. ഇത് സെക്കൻഡറി കാർബൺ ആണെന്ന് പറയുന്നു ബ്രോമിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ. കാരണം ഈ കാർബൺ 2 കാർബണുമായിട്ട് അല്ലെങ്കിൽ 2 മീഥൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മീഥൈൽ ഗ്രൂപ്പ് നമുക്ക് 2 കാർബൺ എന്നങ്ങ് സിമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ ഇവിടുത്തെ ബ്രോമിനും സെക്കൻഡറി കാർബണുമായിട്ട്, സെക്കൻഡറി ആണ് ഇവിടുത്തെ ഹാലോ ആൽക്കൈൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രോമിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 2 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ അയഡിൻ അടങ്ങിയിരിക്കുന്ന കാർബണും 2 കാർബണാണ്, അതുകൊണ്ട് സെക്കൻഡറി എന്ന് പറയും. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഈ ക്ലോറിന്റെ കാർബൺ എന്ന് പറയുന്നത് ടെർഷ്യറിയാണ്. കാരണം ഈ ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 3 കാർബൺ, 1, 2, 3 കാർബണായിട്ടാണ്. അതുകൊണ്ടാണ് അത് ടെർഷ്യറി ഹാലോ ആൽക്കൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വ്യക്തമായിട്ടുണ്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്നാണ്.
അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് അല്ലിലിക് ഹാലൈഡ്സ്. അല്ലിലിക്. These are the compounds in which the halogen atom is bonded to an sp3 hybridized carbon atom next to carbon double bond, that is to an allylic carbon. ഇവിടെ ഇതാണ് ഹാലജൻ X. These are the compounds in which the halogen atom is bonded to an sp3 hybridized carbon atom next to carbon double bond. ഇവിടുത്തെ കാർബണെ പറ്റി നമുക്ക് എഴുതുവാണെങ്കിൽ കാർബണ് 4 വാലൻസി ടോട്ടൽ ഉള്ള അല്ലേ. ഇതൊരു വാലൻസി, ഇത് 2 വാലൻസി ഹൈഡ്രജനെ കിട്ടുന്നത് 3ആയി. 4ാമത്തെ വാലൻസിയാണ് എക്സ് ഹാലജൻ. ഈ ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ഇനി sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ തൊട്ടടുത്തുള്ള ആളാരായിരിക്കും? അവിടെ ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആണ്, അതായത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അങ്ങനെ വരുന്ന ഹാലജൻ ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത് അല്ലിലിക് ഹാലൈഡ്സ്. അല്ലിലിക്. ഇവിടെ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ഈ കോമ്പൗണ്ടിനകത്ത് എക്സ്, അതായത് ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ sp3 ആണ്. കാരണം ഇവിടെ എല്ലാം എന്താണ്? സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് sp3 ഹൈബ്രിഡൈസ് നമുക്ക് പറയാം. ഇനി ഈ കാർബണിന്റെ തൊട്ടടുത്ത് ഇതൊരു കാർബണാണ്. ഈ കാർബൺ ഇവിടെ ഡബിൾ ബോണ്ട് വന്നുകൊണ്ട് നമുക്ക് അത് പറയാം അത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. Allylic halides are the compounds in which the halogen atom is bonded to an sp3 hybridized carbon atom next to carbon double bond, that is to an allylic carbon. Okay, allylic halides എന്താണ്? അല്ലിലിക് ഹാലൈഡ്സിനകത്ത് ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ sp3 ആയിരിക്കും. തൊട്ടടുത്തൊരു നെയ്ബർ ഉണ്ട്. ആ നെയ്ബറിന്റെ പ്രത്യേകത എന്താണ്? അവിടെ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അടുത്താണ് ബെൻസിലിക് ഹാലൈഡ്സ്. These are the compounds in which the halogen atom is bonded to an sp3 hybridized carbon atom attached to an aromatic ring. These are the compounds in which the halogen atom is bonded to an hybridized carbon atom attached to an aromatic ring. ഇവിടെ നമുക്കിവിടെ എക്സ്, ഇതൊരു ബെൻസിലിക് ഹാലൈഡ് ആണ്. ഈ ബെൻസിലിക് ഹാലൈഡിനകത്ത് എക്സ് ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ ആണിത്. ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. കാർബൺ 4 വാലൻസി ആണുള്ളത്. അതായത് ഒരു വാലൻസി ഇവിടെ, 2 ഹൈഡ്രജൻ ഉണ്ട്, 3, 4ാമത്തെ വാലൻസി എക്സിലേക്ക്. അന്നേരം ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ എന്താണ്? ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇനി these are the compounds in which halogen atom is bonded to an sp3 hybridized carbon atom attached to an aromatic ring. ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അത് നേരെ ഡയറക്റ്റ് ആയിട്ട് അരോമാറ്റിക് റിങ്ങിലോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അരോമാറ്റിക് റിങ്ങിലോട്ട് വരുവാണെങ്കിൽ അതാണ് ബെൻസിലിക് ഹാലൈഡ്സ്. നിങ്ങൾ വ്യത്യാസം മനസ്സിലായിരിക്കണം, അല്ലിലിക്കും ബെൻസിലിക്കും. അല്ലിലിക്ക് നമ്മൾ അരോമാറ്റിക് റിങ്ങിലോട്ടല്ല ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബെൻസിലിക്കിനകത്താണ് ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അത് ഡയറക്റ്റ് ആയിട്ട് ഒരു അരോമാറ്റിക് റിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള, അതായത് ബെൻസിൻ റിങ്. ആ ബെൻസിൻ റിങ്ങിലോട്ട് വരുമ്പോൾ അതുകൊണ്ടാണ് ബെൻസിലിക് ഹാലൈഡ്സ് എന്ന് പറയുന്നത്. ബെൻസിലിക് ഹാലൈഡ്സ് നമുക്കിവിടെ ഒന്ന് കാണാം. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എക്സ് ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ, അവിടെ 4 വാലൻസി ഉണ്ട്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ കാർബൺ ഡയറക്റ്റ് ആയിട്ട് ഒരു ബെൻസിൻ റിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ട് ബെൻസിൻ റിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന് നമുക്ക് എന്ത് പറയാം? ബെൻസിലിക് ഹാലൈഡ്സ്. ഓക്കെ, ബെൻസിലിക് ഹാലൈഡ്സ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp2 കാർബൺ ഹാലജൻ ബോണ്ട്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp2 കാർബൺ ഹാലജൻ ബോണ്ട്. ഇതുവരെ നമ്മൾ അല്ലിലിക്കിനകത്തും ബെൻസിലിക്കിനകത്തും നമ്മൾ മനസ്സിലാക്കിയത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഉള്ളിടത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് ഹാലജൻ വന്നിരിക്കുന്നു. ഇനി നമ്മളിവിടെ sp2 കാർബൺ ഹാലജൻ ബോണ്ട്, വിനൈലിക് ഹാലൈഡ്സ്, അങ്ങനത്തെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വിനൈലിക്. എന്താണ് വിനൈലിക് നമുക്ക് നോക്കാം. വിനൈലിക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ഹാലജൻ, ആ ഹാലജൻ ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബൺ, ആ കാർബണിൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ? sp2 ഹൈബ്രിഡൈസേഷൻ. ഡയറക്റ്റ് ആയിട്ട് ഹാലജൻ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. These are the compounds in which the halogen atom is bonded to a sp2 hybridized carbon atom of a carbon double bond. ഇതിനെയാണ് വിനൈലിക് ഹാലൈഡ്സ്. ഇവിടെ നോക്കിയേ, എക്സ് ഹാലജൻ അടങ്ങിയിരിക്കുന്ന കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. നിങ്ങളുടെ മനസ്സിലോട്ട് ഡബിൾ ബോണ്ട് എന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ഓർക്കുക. എല്ലാം സിംഗിൾ ബോണ്ട് വരുവാണെങ്കിൽ കാർബൺ കിട്ടും, അത് sp3 ഹൈബ്രിഡൈസേഷൻ എന്നും മനസ്സിലാക്കുക. അരൈൽ ഹാലൈഡ്സ്, വിനൈലിക് ഹാലൈഡ്സ്, അരൈൽ ഹാലൈഡ്സ്. These are the compounds in which the halogen atom is directly bonded to sp2 hybridized carbon atom of aromatic ring.
sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് അരോമാറ്റിക് റിങ്ങിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് അരൈൽ ഹാലൈഡ്സ്. വിനൈലിക് ഹാലൈഡ്സും അരൈൽ ഹാലൈഡ്സും. Aryl halides, these are the compounds in which the halogen atom is directly bonded to sp2 hybridized carbon atom of the aromatic ring. ഇതൊരു ബെൻസീൻ റിംഗ് ആണ്. ആ ബെൻസീൻ റിംഗിൽ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹാലജൻ ക്ലോറോ ബെൻസീൻ എന്നാണെങ്കിൽ ഓർക്കാം, ക്ലോറോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ ഒക്കെ എക്സാമ്പിൾ ആണ് അരൈൽ ഹാലൈഡ്സ്. നമുക്ക് അടുത്തായിട്ട് ഇതിന്റെ പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, IUPAC സിസ്റ്റം ഉണ്ട്. IUPAC സിസ്റ്റം നമ്മുടെ ഓൾ വേൾഡിൽ ഒരു കറക്റ്റായിട്ട് ഇന്ന ക്രൈറ്റീരിയ പാലിക്കണമെന്ന് പറയുന്നതാണ് IUPAC സിസ്റ്റം. ഇത് സാധാരണ കോമൺ നെയിമിംഗ് ഉണ്ട്. കോമൺ നെയിമിംഗ് നമ്മൾ എങ്ങനെയും അത് ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ്സ് എന്ന് പറയും. IUPAC നെയിമിംഗ് അനുസരിച്ച് ദ മോണോഹാലജൻ ഡെറിവേറ്റീവ് ഓഫ് ആൽക്കൈൽസ് ആർ നെയിംഡ് ആസ് ഹാലോ ആൽക്കൈൽസ്. ഓക്കെ. The position of the halogen atom and other substituents are indicated by suitable numbers 1, 2, 3, etc. IUPAC നെയിമിങ് വിളിക്കുമ്പോൾ വെറുതെ നമുക്ക് ചുമ്മാ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. ചില പിള്ളേരെയൊക്കെ പേര് കുഞ്ഞുമോളെ, ജോമോളെ എന്നൊക്കെ വിളിക്കുന്ന പോലെ നമ്മുടെ കോമ്പൗണ്ട്സിനെ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റി അനുസരിച്ച് പറയുന്നത് ഹാലോ ആൽക്കൈൻസ് തന്നെ വിളിക്കണം. ഒഫീഷ്യൽ നെയിമാണ് ഹാലോ ആൽക്കൈൻസ്. ഇവിടെ പൊസിഷൻ ഓഫ് ഹാലജൻ ആറ്റം ആൻഡ് അതർ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്സ് ആർ indicated by suitable numbers 1, 2, 3, etc. നമുക്ക് നോക്കാം പേരുകൾ. കോമൺ നെയിം സാധാരണയൊക്കെ വിളിക്കുന്ന പേരാണ് CH3CH2 CH2Br. അതായത് 3 കാർബണുള്ള ഹൈഡ്രോ കാർബൺ പ്രൊപ്പൈൻ അല്ലേ. ആ പ്രൊപ്പൈനകത്ത് ഒരു ഹൈഡ്രജനെ അങ്ങ് മാറ്റി ബ്രോമിൻ വന്നു. നമുക്കതിനെ കോമൺ നെയിമായിട്ട് പ്രൊപ്പൈൽ ബ്രോമൈഡ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ IUPAC നെയിം നമുക്ക് പറയാം. ഈ ബ്രോമിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ ഒന്നാമത്തെ കാർബൺ എന്ന് പേര് കൊടുക്കും. 1, 2, 3. അതുകൊണ്ട് 1 ബ്രോമോ പ്രൊപ്പൈൻ. 3 കാർബൺ ഉണ്ടെങ്കിൽ ആൽക്കൈൻ്റെ പേരാണ് പ്രൊപ്പൈൻ. അതുകൊണ്ട് 1 ബ്രോമോ പ്രൊപ്പൈൻ എന്ന് പേര് കൊടുത്തു. അടുത്ത കോമ്പൗണ്ട് ആണ് CH3CH3. 3 കാർബൺ ഉണ്ട് അല്ലേ. അവിടെ 3 കാർബൺ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കാർബണിൽ നിന്നാണ് ക്ലോറിൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ന് പറയും. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. ഇനി ഇതിന് പേര് കൊടുക്കുന്ന നമുക്ക് ഹാലോ ആൽക്കൈൻസ് എന്ന IUPAC നമ്മുടെ ഒഫീഷ്യൽ നെയിം എന്താണ്? ഹാലോ ആൽക്കൈൻസിനകത്ത് ഇവിടെ ക്ലോറിൻ ആണ് വന്നിരിക്കുന്നത്. ക്ലോറോ എന്ന് വിളിക്കണം. ഈ ആൽക്കൈൻ്റെ പേരെന്ന് എടുക്കണം. 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പൈൻ ആണ്, ക്ലോറോ പ്രൊപ്പൈൻ ആണ്. ഇനി രണ്ടാമത്തെ കാർബണയിലാണ് ഇവിടെ ക്ലോറിൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കാർബണയിൽ എന്ന് പറഞ്ഞതുകൊണ്ട് 2 ക്ലോറോ പ്രൊപ്പൈൻ. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് 2 ക്ലോറോ പ്രൊപ്പൈൻ. ഇത് ഒന്നാമത്തെ കാർബണയിലായതുകൊണ്ടാണ് അത് 1 ബ്രോമോ പ്രൊപ്പൈൻ എന്ന് വിളിച്ചത്. ഇത് രണ്ടാമത്തെ പൊസിഷനാണ് 2 ക്ലോറോ പ്രൊപ്പൈൻ. അടുത്ത കോമ്പൗണ്ട് ആണ് CH3CH2Cl. ഐസോബ്യൂട്ടൈൽ ക്ലോറൈഡ് എന്നാണ് പറയുന്നത്. ഐസോബ്യൂട്ടൈൽ കാരണം എന്താണ്? 1, 2, 3, 4 കാർബൺ ഉള്ളതുകൊണ്ടാണ് ബ്യൂട്ടൈൻ. ആ ബ്യൂട്ടൈൻ്റെ ഹൈഡ്രജനെ മാറ്റി ക്ലോറിൻ വരുന്നതുകൊണ്ട് ഐസോബ്യൂട്ടൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു. ഇനി IUPAC നെയിം ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. IUPAC നെയിം അനുസരിച്ച് നമുക്കിവിടെ ഇതിൻ്റെ പേരന്റ് നമുക്ക് ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കണ്ട അല്ലേ. അതുകൊണ്ട് 1, 2, 3 ലോങ്ങസ്റ്റ് ചെയിൻ 3 കാർബൺ ആണ്. അതുകൊണ്ട് പ്രൊപ്പൈൻ എന്നാണ് പേരന്റിന്റെ പേര് വരുന്നത്. രണ്ടാമത്തെ കാർബണിൽ നിന്നൊരു ബ്രാഞ്ചിങ് വരുന്നതുകൊണ്ടാണ് 2 മീഥൈൽ എന്ന് പറയുന്നത്. നമ്മുടെ ഹാലജൻ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ എന്ന് വിളിക്കും. 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ. ഓക്കെ. അടുത്തതാണ് ബ്രോമോ ബെൻസീൻ. കോമൺ നെയിം ബ്രോമോ ബെൻസീൻ. IUPAC നെയിം ബ്രോമോ ബെൻസീൻ തന്നെ. അതുപോലെ 2 ബ്രോമിൻ വന്നു അവിടെ. അന്നേരം മെറ്റാ ഡൈബ്രോമോ ബെൻസീൻ അല്ലെങ്കിൽ 1,3 ബ്രോമോ ബെൻസീൻ. 1,3 ബ്രോമോ ബെൻസീൻ. ഇവിടെ അടുത്താണ് 1,3,5. 1 ഒന്നാമത്തെ പൊസിഷൻ, 3 മൂന്നാമത്തെ പൊസിഷൻ, 5ാമത്തെ പൊസിഷൻ. അതുകൊണ്ട് 1,3,5 ട്രൈ ബ്രോമോ ബെൻസിൻ. അതാണ് IUPAC നെയിം. നമ്മൾ IUPAC നെയിം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇന്ന പൊസിഷനിലുണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ ഹാലജൻസ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് IUPAC നെയിമിങ്. ഇതുപോലെ പലതരത്തിലുള്ള നമുക്കൊന്ന് നോക്കാം. കോമൺ നെയിം എഥിലിൻ ക്ലോറൈഡ് CH3CHCl2. ജെം ഡൈഹാലൈഡ് എന്ന് പറയും. IUPAC നെയിം 1,1 ഡൈക്ലോറോ ഈഥേൻ. 2 ക്ലോറിൻ വന്നു. 2 ക്ലോറിന് വന്നിരിക്കുന്ന ഒന്നാമത്തെ കാർബണിൽ നിന്നാണ്. അതുകൊണ്ടാണ്
1,1-ഡൈക്ലോറോ ഈഥെയ്ൻ. അടുത്താണ് എഥിലീൻ ഡൈക്ലോറൈഡ് ആണ് കോമൺ നെയിം. അതിന്റെ പേര് നമുക്ക് നോക്കാം. കോമ്പൗണ്ടിന്റെ IUPAC നെയിമാണ് 1,2-ഡൈക്ലോറോ ഈഥെയ്ൻ. 1,2-ഡൈക്ലോറോ ഈഥെയ്ൻ. നമ്മളിവിടെ ഒന്നിൽ കൂടുതൽ ഹാലജൻ ഉള്ളതിന്റെ IUPAC നെയിമിംഗ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് നെയിമിംഗ് ഓഫ് ഹാലോ ആൽക്കൈൻസ് നടത്തുമ്പോൾ ദ വേ ഓഫ് നെയിമിംഗ് ഹാലോ ആൽക്കൈൻസ് ഇസ് സിമിലർ ടു ദ വേ ഓഫ് ആൽക്കൈൻസ്. ഫൈൻഡ് ദ ലോങ്സ്റ്റ് പോസിബിൾ കാർബൺ ചെയിൻ ദാറ്റ് കണ്ടെയ്ൻ ഹാലജൻ ഇൻ ദ ചെയിൻ. അതുപോലെ ഫൈൻഡ് ദ ബ്രാഞ്ചഡ് ആൽക്കൈൽ ആൻഡ് ഹാലജൻ അറ്റാച്ച് ഇഫ് ദർ ആർ മോർ ദാൻ വൺ ബ്രാഞ്ചഡ് സബ്സ്റ്റൻസ്. അറേഞ്ച് ദം അക്കോർഡിംഗ് ടു ആൽഫബറ്റിക് ഓർഡർ. ഗീവ് ദ നമ്പറിംഗ് ഓഫ് ബ്രാഞ്ചഡ് ആൽക്കൈൽ ഓർ ഹാലജൻ അക്കോർഡിംഗ്ലി. നമ്മൾ IUPAC നെയിമിങ് ഹൈഡ്രോ കാർബൺ കണ്ടുപിടിക്കുന്ന നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അതേ ടൈപ്പ് തന്നെയാണ് ഇവിടുത്തെ ഹാലജനെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. നമുക്കൊന്ന് കുറച്ചും കൂടെ നോക്കാം. IUPAC നെയിമിംഗ് മീഥൈൽ ക്ലോറൈഡ് ആണ് കോമൺ നെയിം. ക്ലോറോമീഥെയ്ൻ. അതായത് ഹാലോ ആൽക്കൈൻ എന്നുള്ളതാണ് IUPAC നെയിം. ഹാലോ ക്ലോറിനാണ് വന്നിരിക്കുന്നത്. ക്ലോറോ ആൽക്കൈൻ CH മീഥൈൻ ആണ് ക്ലോറോമീഥെയ്ൻ. CH3CH2Br ഈഥൈൽ ബ്രോമൈഡ് എന്ന് പറയും. കോമൺ നെയിം IUPAC നെയിം ബ്രോമോ ഈഥെയ്ൻ. അടുത്ത കോമ്പൗണ്ട് ആണ് CH3CH2CH2I നോർമൽ പ്രൊപ്പൈൽ അയഡൈഡ് ആണ് കോമൺ നെയിം. 1-അയഡോപ്രൊപ്പൈൻ. ഹാലോ ആൽക്കൈൻ എന്നുള്ളത് ഓർത്തിരിക്കുക. അന്നേരം ഹാലോ അയഡോ ഒന്നാമത്തെ പൊസിഷനിലാണ് 1-അയഡോപ്രൊപ്പൈൻ. അടുത്താണ് CH3CHI അതിന്റെ കോമൺ നെയിം ഐസോപ്രൊപ്പൈൽ അയഡൈഡ് എന്നാണ്. IUPAC നെയിമാണ് 2-അയഡോപ്രൊപ്പൈൻ. എന്ന് പറഞ്ഞാൽ അയഡിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ രണ്ടാമത്തെ കാർബൺ ആണ്. അതുകൊണ്ടാണ് 2-അയഡോപ്രൊപ്പൈൻ എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് ബ്രോമോ ഈഥെയ്ൻ. ഇനി IUPAC നെയിം മാത്രമേ ഉള്ളൂ. 2-ക്ലോറോപ്രൊപ്പൈൻ. 2-ക്ലോറോ രണ്ടാമത്തെ കാർബൺ 2-ക്ലോറോ. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് 1-അയഡോ-2-മീഥൈൽ പ്രൊപ്പൈൻ. അതുപോലെ ഈ കോമ്പൗണ്ട് ആണ് 2-ക്ലോറോ-2-മീഥൈൽ പ്രൊപ്പൈൻ. 2-ക്ലോറോ രണ്ടാമത്തെ കാർബണിൽ നിന്നാണ് 2-ക്ലോറോ രണ്ടാമത്തെ കാർബണിൽ നിന്ന് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2-മീഥൈൽ പ്രൊപ്പൈൻ. ഇവിടെ ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന കാർബൺ 2ആണ്. 2-ക്ലോറോ-2-3. 2ൽ നിന്നും 3ൽ നിന്നും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് 2,3-ഡൈമീഥൈൽ പെന്റൈൻ എന്ന് പറയുന്നത്. അടുത്ത കോമ്പൗണ്ട് ആണ് ഒന്നാമത്തെ കാർബണിൽ നിന്നാണ് ക്ലോറിൻ. 1-ക്ലോറോ-2,3-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. നമുക്ക് IUPAC നെയിമിംഗ് ഒന്ന് പഠിക്കാം കേട്ടോ. പല കോമ്പൗണ്ട്സ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതാണ് 2-ക്ലോറോ-2-മീഥൈൽ 2-ക്ലോറോ-2-മീഥൈൽ പ്രൊപ്പൈൻ. അതുപോലെ 3-ബ്രോമോ 1-ക്ലോറോ-ബ്യൂട്ടൈൻ. 3-ബ്രോമോ ഇവിടെ നിന്നാണ് നോക്കുന്നത്. 1-ക്ലോറോ-ബ്യൂട്ടൈൻ. 3-ബ്രോമോ 1-ക്ലോറോ-ബ്യൂട്ടൈൻ. അതുപോലെ 2-ബ്രോമോ 1-ക്ലോറോ-4-ഫ്ലൂറോ 3-മീഥൈൽ ബ്യൂട്ടൈൻ. പലതരത്തിലുള്ള ഹാലജൻസ് ഇവിടെ വന്നിരിക്കുകയാണ്. അടുത്ത കോമ്പൗണ്ട് ആണ് 2-ബ്രോമോ 1-ക്ലോറോ-3-അയഡോ സൈക്ലോപെന്റൈൻ. സൈക്ലിക് ഗ്രൂപ്പാണ്. സൈക്ലിക് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നു. 1-ക്ലോറോ-ബ്യൂട്ടൈൻ്റെ സ്ട്രക്ചർ എന്താണ്? 1-ക്ലോറോ-ബ്യൂട്ടൈൻ CH3CH2CH2CH2Cl. അതുപോലെ അടുത്ത 1-ക്ലോറോ-2-മീഥൈൽ പ്രൊപ്പൈൻ ആണ് IUPAC നെയിം. അതിന്റെ സ്ട്രക്ചർ CH3CH3CH2Cl. അടുത്ത 2-ക്ലോറോ-2-മീഥൈൽ ബ്യൂട്ടൈൻ. 2-ക്ലോറോ രണ്ടാമത്തെ കാർബണേന്ന്. അതുകൊണ്ട് CH3CH3Cl CH2CH3. 1-ക്ലോറോ-2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഈ കോമ്പൗണ്ടിന്റെ ഇത് IUPAC നെയിമാണ്. IUPAC നെയിമിന്റെ ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? CH3CH2Cl. അതായത് ഒന്നാമത്തെ കാർബണേന്നാണ് ക്ലോറിൻ. അതാണ് 1-ക്ലോറോ-2,2-ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്ന് പറയുന്നത്. നിയോ എന്നൊക്കെയാണ് കോമൺ നെയിം വന്നിരിക്കുന്നത്. 2-ക്ലോറോ-പെന്റൈൻ. 2-ക്ലോറോ-4-മീഥൈൽ ഹെക്സൈൻ. ഈ കോമ്പൗണ്ട് പേരാണ് 1,3-ഡൈക്ലോറോ സൈക്ലോപെന്റൈൻ. 2,3-ഡൈക്ലോറോ-പെന്റ്-2-ഈൻ. ഇവിടെ ശ്രദ്ധിക്കുക, 2 ഡബിൾ ബോണ്ട് വന്നിരിക്കുക. ഡബിൾ ബോണ്ട് വന്നുകൊണ്ടാണ് പെന്റ്-2-ഈൻ. ഇവിടെ ക്ലോറിനും ബ്രോമിനും വന്നു. 2-ബ്രോമോ 1-ക്ലോറോ-ബെൻസീൻ. 2-ബ്രോമോ 1-ക്ലോറോ-ബെൻസീൻ. 2-അയഡോ 1-ഫീനൈൽ പ്രൊപ്പൈൻ. 2-ബ്രോമോ 3-ഈഥൈൽ പെന്റൈൻ. ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. നമ്മൾ IUPAC നെയിമിംഗ് ഒന്ന് നോക്കുകയാണ്. അടുത്താണ് 1,1,1-ട്രൈക്ലോറോ-ഈഥൈൻ. ഈ കാർബൺ ഒന്നാമത്തെ കാർബണിൽ നിന്ന് 3 ക്ലോറിൻ വന്നു. അതാണ് 1,1,1-ട്രൈക്ലോറോ-ഈഥൈൻ. നെക്സ്റ്റ് അടുത്താണ്
2 3 ഡൈബ്രോമോ 3 മീഥൈൽ ബ്യൂട്ട് 1 in. The nature of carbon halogen bond. Most of the reactions of halide involve the cleavage of carbon halogen bond. Larger the bond dissociation energy of the carbon halogen bond, smaller is the reactivity. The bond dissociation energy decreases with the increase in the size of the halogen atom. ഇവിടെ ബോണ്ട് ഡിസോസിയേഷൻ energy ഏറ്റവും കൂടുതൽ കാർബൺ ക്ലോറിനാണ്, അത് കഴിഞ്ഞ് കാർബൺ ബ്രോമിന്, അത് കഴിഞ്ഞാണ് കാർബൺ അയഡിന്. ഓക്കെ, അന്നേരം ഈ ആൽക്കൈൽ ഹാലൈഡിനകത്ത് കാർബൺ ഒരു പാർഷ്യൽ പോസിറ്റീവും ഹാലജന് ഒരു നെഗറ്റീവും വരുന്നു. കാരണം ഹാലജന് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഹെൻസ് റിയാക്ടിവിറ്റി ഇൻക്രീസസ് ഫ്രം ആൽക്കൈൽ ക്ലോറൈഡ് ടു ബ്രോമൈഡ് ആൻഡ് ഫ്രം ബ്രോമൈഡ്സ് ടു അയഡൈഡ്സ്. അന്നേരം ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതലുള്ള ഹാലജൻ അയഡിൻ എന്നാണ്. The halo derivative in the halogen atom is attached to the carbon atom. As the halogen atom is more electronegative than carbon, the bond between carbon and hydrogen is polar in nature. നമുക്ക് ഇതിന് ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം ഇതിന് കാർബൺ പാർഷ്യൽ പോസിറ്റീവും ഹാലജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും വരുന്നുണ്ട്. അവിടെ ഇതൊരു കണ്ടീഷനാണ് കാർബൺ ഹാലജൻ ബോണ്ടിന്റെ. നമുക്കതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കൂടെ നോക്കാം. Physical properties of haloalkanes and haloalines. Solubility, ലയിക്കുക. Haloalkanes are not able to form hydrogen bonds with water, and even though they are polar in nature, they are practically insoluble in water. വെള്ളവുമായിട്ട് ഇത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ വളരെ കഷ്ടപ്പാടാണ്, അതുകൊണ്ട് അത് ഇൻസോലുബിൾ ആണ്. However, they are soluble in organic solvents like alcohol, ether, benzene. ഇനി ബോയിലിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഹാലോ ആൽക്കൈൻസിന്റെ ബോയിലിംഗ് പോയിന്റ്, ദ ട്രെൻഡ് ഓഫ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹാലോ ആൽക്കൈൻസ് മേ ബി കോസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ് ഓഫ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൂടുമ്പോൾ, അതായത് മീഥൈൽ ക്ലോറൈഡ് ആണ്, അത് കഴിഞ്ഞ് ഈഥൈൽ 2 കാർബണായി, അടുത്തതിന് 3 കാർബൺ, അതിൻ്റെ അടുത്ത് 4 കാർബൺ. ഇവിടെ എല്ലാം ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യണം. കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് സൈസ് കൂടുന്നതോറും ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. When going down to homologous series, the boiling point increases. This is due to the increase in relative molecular mass, which increases the weak van der Waals force, causing boiling point increases. Van der Waals force കൂടുന്നതുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് അവിടെ കൂടുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് ദ ബ്രാഞ്ച് സ്ട്രക്ചർ. ഇവിടെ ബ്രാഞ്ചിങ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. സ്ട്രെയിറ്റ് ചെയിൻ മോളിക്യൂൾ ഹാസ് എ ലാർജ് ടോട്ടൽ സർഫസ് ഏരിയ compared to a branched chain molecule. Hence, the greater the total surface area exposed, a greater the van der Waals force, higher the boiling point. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചിങ് നടക്കുന്നിടത്ത് ഏറ്റവും ബോയിലിംഗ് പോയിന്റിന്റെ കാര്യമാണ്. ബോയിലിംഗ് പോയിന്റ് ഇങ്ങോട്ട് വരുന്തോറും എന്ത് ചെയ്യുന്നു, അത് കൂടി കൂടി വരുന്നു. Straight chain molecule has a large total surface area compared to a branched chain molecule. Hence, the greater the total surface area exposed, greater the van der Waals force, higher the boiling point. നേരം ബ്രാഞ്ചിങ് വരുമ്പോൾ സർഫസ് ഏരിയ കുറയുന്നു, അതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. ഓക്കെ, ബ്രാഞ്ചിങ് ഉള്ളിടത്ത് ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. അത് കാരണം സർഫസ് ഏരിയ കുറവാണ്. അത് ബ്രാഞ്ചിങ് ഇല്ലാത്തടത്തോട്ട് പോകുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു, കാരണം സർഫസ് ഏരിയ കൂടുന്നു. സർഫസ് ഏരിയ കൂടുന്നു എന്താണ് കാരണം? ഗ്രേറ്റർ ദ van der Waals force. ബ്രോമൈഡ് ആൻഡ് അയഡൈഡ് ഫോളോ ദ ഓർഡർ. അയഡിൻ ഏറ്റവും കൂടുതലാണ്, ആൽക്കൈൽ അയഡൈഡ്, ആൽക്കൈൽ ബ്രോമൈഡ്, അത് കഴിഞ്ഞാണ് ആൽക്കൈൽ ക്ലോറൈഡ്. വേർ ആർ ഈസ് ആൻ ആൽക്കൈൽ ഗ്രൂപ്പ്. വിത്ത് ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ഹാലജൻ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് van der Waals ഫോഴ്സ് ഇൻക്രീസസ് ആൻഡ് ദ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. അതായത് increase in the size of the halogen, the magnitude of van der Waals force increases and the boiling point increases. For the same halogen atom, the boiling point of haloalkanes increases with the increase in the size of alkyl group. Alkyl groupന്റെ സൈസ് കൂടുന്നതനുസരിച്ച് van der Waals force കൂടുന്നു, അന്നേരം ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ക്ലോറൈഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. ആൽക്കൈൽ ഹാലൈഡ് എക്സ് ആക്സിനകത്ത് കാണിച്ചിരിക്കുന്നു, വൈ ആക്സിനകത്ത് ബോയിലിംഗ് പോയിന്റ്. ഈ റെഡ് കളറുള്ളതാണ് ക്ലോറൈഡ്സ്, ആൽക്കൈൽ ക്ലോറൈഡ്സ് ആണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവാണ് അല്ലേ, കാരണം സൈസ് ഏറ്റവും കുറവാണ്. ബ്രോമൈഡിന് അതിനേക്കാൾ സൈസ് ഉണ്ട്, അതിന് ബോയിലിംഗ് പോയിന്റ് ക്ലോറൈഡിനേക്കാളും കൂടി. ഏറ്റവും കൂടുതൽ കാണിക്കുന്ന അയഡൈഡ് ആണ്. കാരണം എന്താണ്? അയഡൈഡിന് അതിന്റെ സൈസാണ് ഏറ്റവും കൂടുതൽ. അന്നേരം ഇവിടെ നമ്മൾ കാണുകയാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്നതനുസരിച്ച് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടുന്നതനുസരിച്ച് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടി കൂടി വരുന്നു. ഓക്കെ,
CH3X അത് കഴിഞ്ഞ് അതിനേക്കാളും കൂടുതലാണ് CH3CH2Xന്, അതിനേക്കാളും കൂടുതലാണ് CH3CH2CH2X. അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുന്നതനുസരിച്ച് ഇവിടെ ബോയിലിംഗ് പോയിന്റും കൂടുന്നു. അതുപോലെ ക്ലോറൈഡിനാണ് ഏറ്റവും കുറവ്, ബ്രോമൈഡ് അയോഡൈഡിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫാക്ടേഴ്സ് ഓഫ് ഡിഫറെന്റ് ഹാലജൻ യൂസ്ഡ്. CH3CH2CH2Cl. ഇവിടെ Cl, ബ്രോമിന്, അയഡിന് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് അയഡിൻ അടങ്ങിയിരിക്കുന്ന ഡെറിവേറ്റീവിനാണ്. When going down to halogen group, the molecular mass increases, causing a greater weak van der Waals force, which actually result in higher boiling point. സൈസ് കൂടുന്ന ഹാലജന് സൈസ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടുന്നു. Solubilities of haloalkanes in water നമ്മൾ കണ്ടായിരുന്നു. Even though CX is polar, haloalkanes are insoluble in water because they are not able to form hydrogen bond with the water. പക്ഷെ അത് ഓർഗാനിക് സോൾവെന്റിനകത്ത് സോൾബിൾ ആണ്. ഡെൻസിറ്റി അതുപോലെ സോൾബിലിറ്റി ഡിക്രീസ് ചെയ്യാണ്. ഇവിടെ ഇങ്ങോട്ട് CH3Cl കാർബണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സോൾബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. നമുക്കിവിടെ ഹാലോ അലീൻസിനകത്ത് ഇവിടെ ഇതാണ് ഓർത്തോ ഐസോമർ, ഇത് മെറ്റ, പാര. ഓർത്തോ എന്ന് പറഞ്ഞാൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് അടുത്തടുത്ത് വരുന്നു അല്ലേ. ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് നമുക്ക് നോക്കാം. 453 മെറ്റായുടെ 446 അതുപോലെ പാരയുടെ 448. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് ഓഫ് ഐസോമറിക് ഡൈഹാലോ ബെൻസീൻ ആർ വെരി നിയർലി ദ സെയിം. However, the para isomers are high melting as compared to their ortho and meta isomers. ഹൈ മെൽറ്റിംഗ് ആണ്. പാരായ്ക്ക് 323 ഇവിടെ, ഓർത്തോയ്ക്ക് 256, മെറ്റായ്ക്ക് 249. എന്നാൽ അതിന്റെ പാരാ ഐസോമറിന് മെൽറ്റിംഗ് പോയിന്റ് 323. ഇറ്റ് ഈസ് ഡ്യൂ ടു സിമിട്രി ഓഫ് പാരാ ഐസോമർ. നമുക്ക് പാരാ ഐസോമറിന്റെ ഈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന്റെ സിമിട്രി എടുക്കുകയാണ്. ആ സ്ട്രക്ചർ നേരെ ഓപ്പോസിറ്റ് വരുന്നു അല്ലെ. അതിനിവിടെ it is due to symmetry of para isomer that fits in crystal lattice better as compared to ortho and meta isomer. അതുകൊണ്ടാണ് ഈ പാരാ ഐസോമറിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ഓർത്തോയും മെറ്റായേക്കാളും. ഓക്കെ, ഇതിന് പാരായ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡൈഹാലോ ബെൻസീനകത്ത് കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ബോയിലിംഗ് പോയിന്റ് ക്ലോറോ ഈഥെയിൻ, അതുപോലെ 1 ക്ലോറോപ്രൊപ്പെയിൻ, 1 ബ്രോമോപ്രൊപ്പെയിൻ, ഏറ്റവും കൂടുതൽ 1 ബ്രോമോപ്രൊപ്പെയിൻ വന്നിരിക്കുന്നു. അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ് ഫോർ എ സ്ട്രെയിറ്റ് ചെയിൻ ഐസോമർ ആണ് കൂടുതൽ. അത് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഗ്രേറ്റർ ബ്രാഞ്ചിങ് ആണെങ്കിൽ ലോവർ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആണ് അവിടെ ഉള്ളത്, അതായത് സർഫസ് ഏരിയ കുറയുന്നു. ഇവിടെ 1 ബ്രോമോ ബ്യൂട്ടൈൻ 101 ഏറ്റവും കൂടുതലാണ്. ബ്രാഞ്ചിങ് കൂടുമ്പോൾ ഏറ്റവും കുറവ് 73 വന്നിരിക്കുന്നു. ഇവിടെ പലതരത്തിലുള്ള ഐസോമറിസം ഉണ്ട് ഹാലോ ആൽക്കൈൻസിനകത്ത്. ഹാലോ ആൽക്കൈൻസ് എക്സിബിറ്റ് വേരിയസ് ടൈപ്പ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ജോമെട്രിക്കൽ ഐസോമറിസം. In structural isomerism, haloalkanes may exhibit chain isomerism and positional isomerism. ചെയിനും പൊസിഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. ക്ലോറോബ്യൂട്ടൈൻ എക്സിബിറ്റ് ചെയിൻ ആൻഡ് പൊസിഷണൽ ഐസോമറിസം. ഇവിടെ ചെയിൻ ഐസോമറിസവും പൊസിഷൻ ഐസോമറിസവും നമുക്ക് നോക്കാം. ഇവിടെ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഹാലോ ആൽക്കൈൻസ് ചെയിൻ ഐസോമറിസവും പൊസിഷൻ ഐസോമറിസവും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ജോമെട്രിക്കൽ ഐസോമറിസം മേ ബി എക്സിബിറ്റ് വെൻ ഇറ്റ് ഇൻവോൾവ്സ് ഹാലോ ആൽക്കൈൻസ് ഓർ ഹാലോ സൈക്ലോ ആൽക്കൈൻസിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം. സം ഹാലോ ആൽക്കൈൻസ് ഈസിലി ഷോസ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഹാലോ ആൽക്കൈൻസിന്റെയും ഹാലോ അരീൻസിന്റെയും ഒക്കെ ഇൻട്രഡക്ഷൻ പാർട്ടാണ് പഠിച്ചത്. എങ്ങനെയാണ് അതിന്റെ പേരിടുന്നത്, എന്താണ് ഹാലോ ആൽക്കൈൻസും ഹാലോ അരീൻസും, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.